പലപ്പോഴും സ്ട്രെസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കോമഡിയൊക്കെ കാണണം, ചിരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ശരിക്കും അങ്ങനെയുള്ള കോമഡികളൊക്കെ കാണാൻ അധികം ദൂരമൊന്നും പോകേണ്ടതില്ല. കാരണം നമുക്ക് ചുറ്റും അമ്മാതിരി മുട്ടൻ കോമഡികളാണ് പലപ്പോഴായി നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കാണാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈയിടെയായി നായകളുടെ ശല്യം കൂടിയിട്ടുണ്ടെന്നും പലയിടത്തും പലരെയും നായകൾ ആക്രമിച്ചിട്ടുണ്ടെന്നും നമ്മൾ ന്യൂസിൽ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ജനങ്ങൾ നായകളെ സമീപിക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുന്നുണ്ട്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അതിപ്പോ നാട്ടിലെ പട്ടി വീട്ടിലെ പട്ടി എന്നൊന്നും ഇല്ലല്ലോ, ജാഗ്രത എവിടെയായാലും പാലിക്കണ്ടേ. നമുക്കറിയാം ഇത് മഴക്കാലമാണ്. അങ്ങനെ മഴക്കാലത്ത് മഴയത്ത് കളിക്കുന്നതിന്റെ ഒരു രസം തന്നെ വേറെയാണ്. അതിനിപ്പോ ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഏതായാലും അങ്ങനെയൊക്കെ ആണെങ്കിലും അതിന് അതിൻ്റെതായ ചില റിസ്ക് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ കളിയാവുമ്പോ അങ്ങനെ മഴയത്ത് വെയിലത്ത് എന്നൊന്നുമില്ല. ഏത് കാലാവസ്ഥയിലാണെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ It was at this moment that he knew he fucked up. ഇവിടെ പുള്ളിയുടെ നൃത്തമൊക്കെ കണ്ടിട്ട് കാര്യമായിട്ട് എന്തോ ഒരു അഭ്യാസ പ്രകടനത്തിനുള്ള സ്കോപ്പ് ഉണ്ട്. ചില പ്രത്യേക ഷോർട്ട് ഫിലിമുകൾ വൈറലായതിനെ തുടർന്ന് നാട്ടിൽ പരക്കെ ഇപ്പോൾ പുതിയ ചില പ്രതിഭാസങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോടെ പിറന്നാള് വിളിക്കാൻ വന്നാണ് എല്ലാരും വരുന്നത്. പിന്നെ വൈറലായ സംഭവങ്ങളെ പറ്റി പറയുമ്പോൾ തൊപ്പിയെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കാരണം ഇപ്പൊ നിലവിൽ കേരളത്തിൽ ഏറ്റവും വൈറലായി നിൽക്കുന്നത് പുള്ളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്കവരും അറിഞ്ഞു കാണും പുള്ളിക്കെതിരെ കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ ആ ഒരു കേസിനെ പറ്റി നാട്ടിൽ പലർക്കും പല അഭിപ്രായങ്ങളുമാണ്. പലർക്കും അതിനോട് യോജിപ്പുണ്ട്, പലർക്കും അതിനോട് നല്ല വിയോജിപ്പുമുണ്ട്. പക്ഷെ അതെന്തൊക്കെയായാലും ഇപ്പോൾ തൊപ്പിയുടെ പല ഫാൻസും കടുത്ത പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. വന്നപ്പോഴാണ് തൊപ്പിക്കെതിരെ കേസെടുത്തുന്നു. മുത്തി സീനൗട്ട്, ഞാൻ നാളെ സ്കൂളിൽ പോകൂല. തൊപ്പിന്റെ ഫാൻസ് വേറെ ലെവലാണ്. ഞാൻ നാളെ പ്രതിഷേധിക്കും. അപ്പൊ നമുക്ക് കാണാം സ്കൂളൊക്കെ മുടക്കി പൂർണ്ണമായും പ്രതിഷേധിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നം, അമ്മ സമ്മതിക്കുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, വീട്ടില് സീൻ ഡാർക്കാണ് കേട്ടാ. ഇന്ന് നമുക്ക് വന്നിട്ട് പ്രതിഷേധിക്കാം. ഞാൻ സ്കൂളിൽ പോണാണ് കേട്ടാ. സംഭവം ഡാർക്ക് സീനാണ്. അമ്മ ചിലപ്പോ ഇന്ന് സ്കൂളിൽ പോയില്ലെങ്കിൽ കൊച്ചു ടി വി ഇട്ട് തരില്ല എന്നൊക്കെ പറഞ്ഞു കാണും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തന്നെ വരച്ചത് കണ്ട് സന്തോഷം കൊണ്ട് ഇമോഷണൽ ആകുന്ന ചേച്ചിയുടെ മനോഹരമായൊരു നിമിഷമല്ലേ? അല്ല, അതൊക്കെ എതിർ ടീമിലെ പ്ലേയേഴ്സിനെ പറ്റിക്കാനുള്ള ഓരോ ട്രിക്സ് അല്ലേ? അത് അവർക്കാർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് ഒരു എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചോദ്യം ഇതാണ്: ചിറകുണ്ടെങ്കിലും പറക്കാൻ പറ്റാത്ത പക്ഷി ഏത്? അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾ മനസ്സിലൊന്ന് ഗസ് ചെയ്തോ? എന്നാൽ ഇനി ഇവന്റെ ഉത്തരം കാണും. ഇതൊക്കെ ശരിക്കും വണ്ടി ഓടിക്കാൻ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. അങ്ങനെയുള്ളവർക്ക് ഇനി എക്സ്പേർട്ടായി വണ്ടി ഓടിക്കാൻ പഠിക്കാനുള്ളൊരു സ്ഥലവും ഇവിടെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം പരമാവധി എല്ലാവരും മുതലാക്കുക. പിന്നെ കാക്കാക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോ പിന്നെ ഡ്രൈവിംഗ് ഏകദേശം ഇപ്പൊ 2 ദിവസം കൊണ്ട് ഉഷാറാക്കി പഠിപ്പിച്ചു കൊടുത്തിക്കണ്. ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കുന്നക്കാട്ട് തറവാട്ടിൽ ആർക്ക്
ആ വണ്ടി ഓടിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം പൂർണ്ണമായും ഒരു റൈഡറായി മാറിക്കഴിഞ്ഞു. പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരും മാനുപ്പാനെ ബന്ധപ്പെടുക. കാക്ക അല്ല സ്പോട്ടായില്ല, പോയി പോരി, ആണ് പോയിക്കോളി. തുർക്കിഷ് ഐസ്ക്രീം സെർവിംഗ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പലരും അത് ട്രൈ ചെയ്തിട്ടും ഉണ്ടാകും. അങ്ങനെ ട്രൈ ചെയ്തവരിൽ പലരും തോറ്റു പോയിട്ടുണ്ട്, ചിലരൊക്കെ ജയിച്ചിട്ടുമുണ്ട്. പക്ഷെ ആ ജയങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും മാസായ ജയങ്ങളിലൊന്ന് ഇത് തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ചേച്ചി ആദ്യമായിട്ട് തോണിയിൽ കയറുകയാണ്. എവിടെ ഇരിക്കണ്ടെന്ന് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിൽ ചില പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ബ്ലൂടിക്കിന്റെ ആദായ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലരും പൈസ കൊടുത്ത് ആ ടിക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ കാശ് ചെലവില്ലാതെ തന്നെ ആ ടിക്ക് വരുത്താനുള്ള മാർഗം കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. അപ്പൊ അത് അവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. കാശ് ചെലവില്ലാണ്ട് എങ്ങനെ നമുക്ക് മെറ്റാവേക്ക് ടിക്ക് വരുത്താം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക, പ്രൊഫൈലിൽ പോവുക, 3 ഡോട്ട്സ് നക്കി മെറ്റാവേരിഫൈ നോക്കുക. അപ്പോൾ ഇതിൽ കാണിക്കുക നമുക്ക് വേണോ എന്ന്. നമ്മൾ കാശ് ചെലവില്ലാണ്ടല്ല നമ്മൾ എടുക്കുന്നത്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ ഗാലറി പോവാ, കോപ്പി പേസ്റ്റ് ചെയ്യുക. കോപ്പി നമ്മൾ ഇൻസ്റ്റയിൽ ചെല്ലുക, നമ്മുടെ ഐഡിയുടെ അവിടെ അടിച്ചു കൊടുക്കുക. Zile, zile, eu alerg chiar mile, 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 mile pe Maidan pentru tine, tine să-ți dau un dar cel mai de preț. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ചില കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവരെന്ത് ചെയ്താലും പൂര കോമഡി ആയിരിക്കും. അതിപ്പോ അവരറിഞ്ഞിട്ട് ചെയ്യുന്നതാണെങ്കിലും അറിയാതെ ചെയ്യുന്നതാണെങ്കിലും. ആയിക്കോട്ടെ. ഒരു കൂട്ടം യുവാക്കൾ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ചെറിയൊരു പ്രശ്നം, പൈസയില്ല. അതുകൊണ്ട് അവരവരുടെ പ്രവാസി സുഹൃത്തുക്കളോട് സഹായം ചോദിക്കുന്നതിന്റെ രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഊട്ടിക്ക് പോവാനുള്ള ഞാൻ ഇസ്മായില്, കുന്നക്കാടന്, കുണ്ടിൽവാസില്, മുട്ടക്കഞ്ഞി, സ്പൈസി. നല്ല പേര്. അപ്പൊ ഞങ്ങള് ഈ പ്രവാസ ലോകത്തുള്ള എല്ലാരോടും പൈസ വെച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ യൂറോപ്പിൽ നിന്ന് പോളണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസ അയച്ചാലും സ്ക്രീൻഷോട്ട് അയച്ചാൽ ഞങ്ങൾക്ക് റീൽസിൽ കയറ്റാനേ. മിനിമം അല്ല, ഇപ്പൊ ആശിക്ഷാനൊക്കെ ലണ്ടനിൽ നിന്ന് 1000 അയച്ചിട്ടുണ്ട്. അപ്പൊ പോളണ്ടിൽ നിന്ന് നമ്മളെത്ര പ്രതീക്ഷിക്കണ്ടേ? നമുക്ക് ഇത് ലെഫ്റ്റ് ഞങ്ങള് ഏകദേശം എപ്പോഴാണ് അവിടെ എത്തുന്നത്? എത്തുന്നതല്ലോ, ഞങ്ങള് പുറപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പൊ തന്നെ ഒരു 1000 അയച്ചു. ഹലോ, ആടാ. അപ്പൊ ഇതൊന്ന് ഒന്ന് ക്യാഷ് അയക്കാം. ഞങ്ങള് ഇത് വീഡിയോ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കേട്ടോ. ചമ്മാടല്ല, ഇത് മഞ്ചേരിയാണ്. ഇത് നോക്കിയേ, സത്യം മഞ്ചേരിയാണ്. എന്നാ ഫായ്സിന് കൂടി കാണിച്ചാൽ റീൽ ഓൺ ചെയ്യാറുണ്ട്. ഇത് തെറ്റാ, ഇങ്ങോട്ട് വിളിച്ചോനാ. ഓ കിട്ടി, ഇതൊക്കെ ഇവിടെ വന്നു. അല്ല, മുഹമ്മദ് എന്തായാലും നല്ല വിശാല മനസ്കരായ സുഹൃത്തുക്കളാണ് കേട്ടോ. ചോദിച്ചപ്പോഴേക്കും പൈസ കൊടുത്തു.
പക്ഷെ എന്തൊക്കെയായാലും ഫായിസിന് കൂടുതൽ സ്ക്രീൻ ടൈം കൊടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് ചെറിയൊരു ബൈക്ക് റിവ്യൂ ആയാലോ. പുതിയ വണ്ടി മേടിച്ചിട്ട് എന്തെന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. ഇവൻ നിന്റെ സുഹൃത്താ? ഇതെന്ത് സാധനം? പറ. നല്ല അഭിപ്രായം. എത്ര നാളത്തെ കഷ്ടപ്പാടോ? അതിലിപ്പോ 2 മാസം 3-4 മാസം അല്ലേ, ബാക്കി അടവാണ്. പിന്നെ വണ്ടിക്ക് നല്ല കണ്ടീഷൻ. ഞാൻ ന്യൂട്രലാക്കുമ്പോ പച്ചത്തും ഇൻഡിക്കേറ്റർ റിസർവ് ഇല്ല കേട്ടോ. മൊത്തത്തിൽ വണ്ടി ബ്ലാക്ക് കളറാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു? വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.